സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് IIAHSR എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, തൃശ്ശൂരിലാണ്. ഇവിടുത്തെ കുട്ടികൾ ഇല്ല, ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ, ആ പൂരം എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലായി. മരണമാസ് വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ മൂവിയായിരുന്നു. അതിലെ മരണമാസമായിട്ടൊരു ഡയലോഗുണ്ട്, കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് വാക്കുകളൊക്കെ ചേർത്ത്. ഈ ന്യൂസ് റീഡേഴ്സൊക്കെ ശരിക്കും ചെറിയൊരു കാര്യമുണ്ടെങ്കിലും അതിനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് അതിനെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അതെങ്ങനെ നമ്മളെ കുട്ടികൾ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. യെസ്, സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടികളെ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച IIAHSR കുട്ടികൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വിട്ടു പോകാത്ത കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ പെർഫോമൻസും ഒരുപാട് കൗണ്ടറുകളും ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ഓക്കേ, എന്തായിരുന്നു പേര്? ഷിഫാന. എവിടെയാണ് ഷിഫാനയുടെ നാട്? വരൂര്. എന്നാ തുടങ്ങിക്കും. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തലത്താത്തുക കേരളമേ, റിപ്പർ ചന്ദ്രൻസിന്റെ എന്നൊക്കെ. റിപ്പർ ചന്ദ്രൻസിന്റെ. അല്ല, അപ്പൊ ഈ മണവാളൻ ആൻസൻസ് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷി നെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ നാളത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യ മറ്റു മനുഷ്യന്റെ തലക്കടിച്ച് ചുറ്റുക കൊണ്ട് തലക്ക് ചുറ്റുക അടിച്ചുകൊണ്ട് ചുറ്റിക നടന്നു അടിച്ച്. ഓക്കെ, തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച്, തലക്ക് ചുറ്റുക കൊണ്ടടിച്ച് മരണത്തമാശ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? തലക്ക് ചുറ്റുക കൊണ്ട് അടിച്ച് മരണം താളത്തെ പറഞ്ഞോളൂ. പാട്ട് പാടാനല്ല പറഞ്ഞത്. തലക്ക് ചുറ്റുക അടിച്ചുകൊണ്ട് മരണനാളത്തിന്റെ അപ്പന് വിശക്കത്തില്ലല്ല, അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ആമാശ എത്തിക്കാന് കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കരച്ചിലിന്റെ ജീവ സാക്ഷ്യപ്പെടുത്തി ആ ജീവന്റെ വെളിച്ചം പറത്തിക്കൊണ്ടുപോകുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. എന്താണാവോ പേര്? അയന. എവിടെയാണ് നാട്? ആറാട്ടുപുഴ. ആക്ഷൻ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന മരണനാളത്തിന്റെ മിടിപ്പിലേക്ക് ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന പൂവൻപഴങ്ങളുടെ കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പൂവമ്പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കി ജീവന്റെ വെളിച്ചം കൂടിവിട്ടിറങ്ങി. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താണ് പേര്? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നാടെവിടെയാ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഞെട്ടിക്കൊക്കെ കേരളമേ, ഞെട്ടിച്ച് തല താഴ്ത്തുക കേരളമേ. അയ്യോ, ഞങ്ങള് ഞെട്ടിപ്പോയേ. ഞെട്ടിയാ ഇവിടെ ഞെട്ടിക്കോളും.
അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ലജ്ജിക്ക് കയറണമേ, ലജ്ജിച്ച് തല താഴ്ത്തുക കയറണമേ. അങ്ങനെ കരയുന്നു. അയ്യോ മാന്യ സദസ്സിന് അമ്മ അയ്യോ 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 അയ്യോ. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അവിടെയാണ് ഞെട്ടിക്കുന്നത് വരുന്നത്, മനസ്സിലായി? സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റിയേക്ക് അടിച്ച് കൊല്ലുന്ന മരണനാളത്തിന്റെ മിടിപ്പിലേക്ക് ആമാശയത്തിലേക്ക് ഞാൻ പറയട്ടെ. തെറ്റു പറഞ്ഞോ. അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്. താങ്കൾ ഇതല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? കഷ്ടമാണിത്, 30 സെക്കൻഡ് തരൂ. ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന ആ നമ്പര പൂവമ്പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കിയ ആ ജീവന്റെ വെളിച്ചം കൂടി വിട്ടിറങ്ങിയിരിക്കുന്നു. ഒന്നുകൂടെ നല്ലോണം പറ, ഒന്നുകൂടെ പറഞ്ഞാൽ പറ്റും. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക കേരളമേ. നീ അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതേക്കടാ. എടാ സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനിക്ക്. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസ്സുകളെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റിക കടിച്ചു കൊല്ലുന്ന മരണനാളത്തിന്റെ മിടിപ്പിലേക്ക് ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യപ്പെടുത്തിയ ആ ജീവന്റെ വെളിച്ചം കൂടി വിട്ടിറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ തുടക്കത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. എങ്ങനെയുണ്ട് സാർ? സൂപ്പർ. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ പേര്? രേഷ്മ. ഏത് ക്ലാസ്സിലാണ്? ഞാൻ ബിഒ കോട്ടി. ആക്ഷൻ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിക്കുക. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ. അല്ല, ലജ്ജിച്ച് തല താഴ്ത്തുന്ന കാര്യമൊക്കെ മറന്നുവല്ലേ? റെഡി. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ. അപ്രതീക്ഷിതമല്ലേ? ലജ്ജിക്കുക കേരളമേ, ലജ്ജിക്കുക. ലജ്ജിച്ച് തല താഴ്ത്തുക. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സീരിയൽ കൊലപാതകങ്ങളുടെ റിപ്പോർട്ടുകൾ കേരളം. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സീരിയൽ കൊലപാതകങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചക്രവാളത്തിലെ ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തലയ്ക്ക് ചുറ്റികയ്ക്ക് അടിച്ച് കൊല്ലുന്നു. മരണനാളത്തിന്റെ മിടിപ്പിലേക്ക് ആമാശയത്തിലെത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി സാക്ഷ്യമാക്കിക്കൊണ്ട് ജീവന്റെ വെളിച്ചം കൂടുവിട്ട് പോയിരിക്കുന്നു. സത്യമാണ്. പേരൊന്ന് പറഞ്ഞേ. സുഡാനോ? സിദാൻ. ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? BBA. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക കേരളമേ. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യശാസികളെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തിൽ സാക്ഷ്യം വരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികൊണ്ട് കൊല്ലുന്ന മരണമിടിപ്പിലേക്ക് അവൻ എന്നാ കാണിച്ചേ? ആരോട് ചോദിക്കാൻ? മരണത്തിലെ മിടിപ്പിലേക്ക് ആമാശയത്തിലെത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കണ്ണീരിന് സാക്ഷ്യം വരിച്ച് ആ ജീവന്റെ വെളിച്ചം കൂടിയിട്ടിറങ്ങിപ്പോയി. പോട്ടെ എന്നാ, പോട്ടെ തമ്പി. കമേണ്ടാ.
മോനെ എന്താടാ പേര്? ജാസിർ. ജാസിർ. ഓക്കെ, എവിടെ നാട്? കുന്നോളം. റെഡി, ആക്ഷൻ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തലതാത്തുക കേരളമേ. റിപ്പർ ചന്ദ്രന്റെ വരവിന് റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യതാളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു. മരണം എപ്പോഴാണോ? നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. മരണനാളത്തിന്റെ മിടിപ്പിലേക്ക് ഇടുപ്പ് വേറെ മിടുപ്പ് വേറെ. ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പരപ്പൂ അമ്പഴങ്ങളുടെ കരച്ചിൽ സാക്ഷ്യപ്പെടുത്തി ജീവന്റെ വെളിച്ചം കൂട്ടിട്ടിറങ്ങുന്നു. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈര്യോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്താണ് പേര്? നുണക്കുഴിയുണ്ട് ഒരു സൈഡില്. അപ്പൊ കുറച്ച് സമയം അപ്പൊ പറയാറുള്ളൂ അല്ലേ? അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തലതാഴ്ത്തുക കേരളമേ. റാപ്പർ ചന്ദ്രൻ റാപ്പർ വേണമെന്ന് പറഞ്ഞ കാര്യമായി. പിന്നെ 60 പിന്നെ 90. എടാ, ഇവൻ മാറിപ്പോയി അടിച്ചിട്ട് കണക്കാക്കി. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ കേരളത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ചക്രതാളത്തിലെ ചോദിക്കാറുണ്ട്. നീ ഇത്രയും നേരം കേട്ടോണ്ടിരില്ലേ? ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലക്ക് ചിറ്റിക്കൊണ്ട് അടിച്ചു കൊന്നിട്ട് ആമാശയോ? അതിനൊക്കെ സമയം തരാം. കൊല്ലുന്ന എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ആമാശയത്തിലെ പൂവമ്പഴോ പറഞ്ഞു കൊടുത്തേ. ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന പൂവമ്പഴം. നൊമ്പര പൂവമ്പഴോട് നൊമ്പര് പൂവമ്പഴോ? ഒരു അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഒരു ജീവന്റെ വെളിച്ചം കൂടി കൂട് വിട്ടു പോകുന്നു. നീ കൂടിട്ട് പോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് അവൻ പറഞ്ഞതാണ്. കഷ്ടപ്പെട്ട് പറയണം. അവന് ഒരു അവസരം കൂടി ഞാൻ കൊടുക്കുക. മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയിലുണ്ട്, കുണ്ടിൽ വീഴും. പറ. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട്. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട്. കുണ്ടിൽ വീഴും. പെട്ടെന്ന് പറ. അന്തിക്ക് കുന്തി ദേവി കുന്തി. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിലേക്ക് വീണു. പെട്ടെന്ന് പറയണം. പെട്ടെന്ന് 3 പ്രാവശ്യം പറയാം. ഇപ്പൊ നിനക്ക് പോവാം. 1 2 3 സ്റ്റാർട്ട്. അല്ല, ഇങ്ങനെ ഫാസ്റ്റ് പറയണം. 1 2 3 സ്റ്റാർട്ട്. അന്തിക്ക് കിന്തി ദേവി അവിടെ കിടക്കുന്നതാ നിന്റെ. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അടുത്തോട്ട്. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻ കുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. എന്താ പേര്? ഫാമിസ്. റെഡി, ആക്ഷൻ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിന്റെ താളത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മയക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്റെ പറഞ്ഞതുള്ളല്ലോ ഒന്ന് നിർത്ത്. നിനക്കിത് എന്ത് പറ്റി? പറടാ. ലജ്ജിക്കുക കേരളമേ. കഷ്ടം. എനിക്ക് പിന്നെ കൂടുതൽ ദുഃഖിപ്പിക്കാൻ ഒരു കാര്യം ഒരു ടങ് ടെസ്റ്റ് അടിച്ചിട്ടങ്ങ് പറ്റും. അവൻ പറഞ്ഞ സാധനം നമ്മളെ ഹിന്ദി ദേവി പറഞ്ഞ എന്നാ ഇത് പറ. എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പോകാൻ പറ്റില്ല. എന്നാ ഓക്കെ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്
പഠിക്കേണ്ടതായിട്ടുള്ളത്. അല്ല വേണ്ട, ഇത് കറക്റ്റാ, ഇങ്ങനെ കാണിക്കുന്നത് കറക്റ്റാ, പക്ഷേ പറയുന്നത് കറക്റ്റ് ആവില്ല. പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ? ഇല്ല, നീ പഠിക്കണോന്ന് പറയുന്ന. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. എനിക്ക് പഠിക്കുന്ന ഇഷ്ടമല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി കരളി പഠിച്ചു. അല്ല, കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കരളി പഠിച്ചു. കൈരളി എന്നാ തോന്നുന്നു. കൈരളിയല്ല, കളരി. ഒളരിയിലെ മുരളി മുരളി മുരളിയിലെ നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. എനിക്കറിയാവുന്ന എല്ലാ ടങ്ക്സും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? ഡോ ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? ഡോ ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? നെട്ടൂരാനാണോ കളി? ഒരു സ്ഥലത്ത് നിക്കടാ, ഇരിക്കണ ആടാ വയ്യ. ഡോ ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? ഏതെങ്കിലും ഒന്ന് പറയടാ. എത്ര സാധനം ഞാൻ പറഞ്ഞു തന്നെ. ശരി, വിട്ടോ, നീ എനിക്ക് വയ്യ കേട്ടോ. നല്ല കൈ അവന് പ്രാന്താന്നേ. മതി, അവര് പോയി. എന്താണ് മോന്റെ പേര്? അസ്ലം. അസ്ലം. എവിടെയാണ് നാട്? കേച്ചേരി. റെഡി, ആക്ഷൻ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തലതാഴ്ത്തുക കേരളമേ. മറ്റേ ടിപ്പർ വിജയൻ. ടിപ്പർ വിജയനോ? ടിപ്പർ ചന്ദ്രൻ. വണക്കണ്ണ, അല്ല വണക്കം അണ്ണ. ടിപ്പർ ചന്ദ്രന്റെ മനസ്സാക്ഷി. ടിപ്പർ ചന്ദ്രന്റെ മനസ്സാക്ഷി എന്നല്ല, അതല്ലേ അവൻ പറയട്ടെ. ടിപ്പർ ചന്ദ്രന്റെ മനസ്സാക്ഷി. ഒരുത്തൻ വന്ന് റാപ്പർ എന്ന് പറഞ്ഞു, ഒരുത്തൻ വന്ന് ടിപ്പർ എന്ന് പറഞ്ഞു. എടാ റിപ്പർ, റിപ്പർ. കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. ടിപ്പർ ചന്ദ്രന്റെ മനസ്സാക്ഷിയെ നോവിച്ചു. റിപ്പർ ചന്ദ്രന്റെ മനസ്സാക്ഷി അങ്ങ് നോവല്ലേ? ഈ കുചാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്. വേറെന്തെങ്കിലും പറഞ്ഞാൽ മതി. വേറെ പറഞ്ഞാൽ മതി. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? വിജയനല്ലേ? പ്രധാനമന്ത്രി ആരാണ്? അല്ല, പിണറായി. ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് അറിഞ്ഞൂടാ. ഹലോ, അങ്ങനെ കൊച്ചാക്കല്ലേ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ. നരേന്ദ്രപ്രസാദ്. ഒരു ടങ് ട്വിസ്റ്റർ വന്നിട്ട്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഏത് വേണം? ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞു കൊടുത്തതിൽ ഏത് വേണം? ഓക്കെ, റെഡി, 1 2. അത് തന്നെ ഏറ്റവും സിമ്പിൾ തന്നെ കയറി പിടിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അന്തിക്ക് കിണ്ടി അല്ല, സോറി, അന്തിക്ക് കുന്തി ദേവി കിണ്ടി വീണപ്പോ അത് ഉരുണ്ട് വീണ്. ആര് വീണ്? കിണ്ടി. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഇനി ഇതിൻ്റെ ഫാക്കൽറ്റിയും ഞങ്ങൾക്കൊരു കൈ നോക്കണമെന്ന് പറഞ്ഞ് നിൽക്കണം. അപ്പോൾ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു ഫെമിന മിസ്. എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായി പോകുന്നു. സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണ് എല്ലാവരും. ക്ലാസ്സൊക്കെ നന്നായി തന്നെ പോകും. നന്നായി പോകുന്നു. റെഡി, ആക്ഷൻ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ചു തലതാഴ്ത്തുക കേരളമേ. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവകണങ്ങളുടെ ആദിതാളങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികയ്ക്കടിച്ചു കൊല്ലുന്ന മരണനാളത്തിന്റെ മിടിപ്പിലേക്ക്, ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കിയ ആ ജീവന്റെ വെളിച്ചം കൂടി കൂടുവിട്ടിറങ്ങിയിരിക്കുന്നു. അടിപൊളി. അത് കറക്റ്റ്. ആ മോഡുലേഷനൊക്കെ ഒരു ന്യൂസ് റീഡറെ പോലെ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കണ്ടല്ലോ, ഭയങ്കര രസകരമായിരുന്നു. അവരുടെയൊക്കെ നമുക്കതാണ് ആവശ്യവും. നന്നായിരുന്നു. ഇതിന് മുന്നേ വന്ന ഫാക്കൽറ്റി മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇനി എന്താണ് മാമിൻ്റെ അടുത്ത് എന്താണ്? നമ്മൾ ആക്ടിംഗ് ആണോ പാട്ടാണോ എന്താണ്? ഞാൻ ബേസിക്കലി ഒരു സിംഗറാണ്, ഡാൻസറാണ്. അപ്പോൾ ഒരു പാട്ട് പാടാം ആദ്യം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പാടാനായിട്ട് എൻ്റെ സ്റ്റുഡൻറ്റിനെ തന്നെയാണ് ഞാൻ വിളിക്കണേ. അവളും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പാടാം. ഓക്കെ. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ മുത്ത് മുത്ത് ആസൈ മുടിந்து விட்ட ஆசை விண்ணிலவு தொட்டு
முத்தமிடாசே இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை പോരെ അടിപൊളി, സൂപ്പർ, നന്നായി പാടി. എന്തല്ലേ? യെസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ചിലർ സ്ക്രിപ്റ്റ് പഠിച്ചില്ലെങ്കിൽ പോലും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആരെ വിളിക്കും എന്നുള്ളൊരു ധാരണയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ മാർക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രൈസുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിക്കാം ദർശനയ്ക്ക് ഈ തരാൻ പോകുന്ന ഗിഫ്റ്റ് ദർശന വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇതെന്ന് പറയുന്നത് നമ്മൾ അകാല നര, മുടിയിലുണ്ടാകുന്ന നര, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരു സിന്തറ്റിക് ഒന്നും ഉപയോഗിക്കാതെ 100% പച്ചില വർഗ്ഗങ്ങളിൽ തയ്യാറാക്കിയ അച്യുത് വേദിക്കിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. അച്യുദാസ് ഹെയർ ഓയിൽ. ഇനി ഞാൻ വിളിക്കുന്നു പ്രജൂഷ. ഇത് പറഞ്ഞതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചാൾ വെച്ചിരുന്നിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അതായത് ഡൈ അലർജി ഉള്ളവർക്കും അകാല നരയുള്ളവർക്കും 100% പച്ചിലയിൽ തയ്യാറാക്കിയ അച്യുത് വേദിക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഹെയർ ഓയിലാണ് കേട്ടോ. അടുത്ത ഞാൻ വിളിക്കുന്നു ഫാമിസ്. ഇവ അന്നേരം തൊട്ടേ തന്നെ ഇട്ട് ചുറ്റിക്കുകയാണ് കേട്ടോ. ഫാമിസിന് വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമിത്ത് ഗാർമെൻറ്റ്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഇനി ഞാൻ വിളിക്കുന്നത് നമ്മുടെ ഒരു വേദിയിൽ ആദ്യം കടന്നു വരിക എന്നുള്ളതൊരു ഗട്ട്സാണ്, അത് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ കടന്നു വന്ന് മനോഹരമായ ഒരു പാട്ടൊക്കെ പാടിയ ഒരു മുഞ്ചത്തിക്കുട്ടിയാണ് വിളിക്കുന്നത് ഇസാന. ഇസാനയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഇനി ഞാൻ വിളിക്കുന്നു ഷിഫാന. ഇത് എവിടെ നിന്നൊക്കെ വരുന്നത്? ഷിഫാന സുഖല്ലേ, ഹാപ്പി അല്ലേ? ഗ്ലോബൽ എൻ്റെ മോദം വലിച്ചു ഊരാന്ന്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. സ്ക്രിപ്റ്റ് പഠിച്ചാൽ ഓക്കെ. ഇനി നമുക്ക് വിളിക്കാം അഖിന. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഞാൻ വിളിക്കുന്നത് ഈ കൂട്ടത്തിലില്ലാത്ത ഒരാളാണ്. മനോഹരമായി ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു നട്ടല്ലെന്ന് പറയുന്ന ആളും നല്ല ഒന്നാന്തരം ഒരു ഗായികയും ഒരു കലാകാരിയും ഒക്കെയായ ആരാണ്? റോണി മിസ്. നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു പെറ്റാണ്. യെസ്. അപ്പോൾ എന്താണ്, ഒരു മനോഹരമായ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഭയങ്കര രസകരമായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. ഫാക്കൽറ്റീസും അതിനേക്കാൾ വലിയ എനർജറ്റിക് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇനി വേറൊരു ഡിവിഷൻ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 എപ്പിസോഡ് തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒപ്പം നമ്മൾ ഈ കോളേജിൻ്റെ തന്നെ മറ്റൊരു ഡിവിഷനുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.